ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്കിന്ന് നവജാത ശിശുവിനെ കുളിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ എന്നുള്ളതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടോളൂ. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള പാർട്ട് 2 വീഡിയോ ആണ് ഇത്. നമ്മുടെ കുഞ്ഞ് ജനിച്ച് അന്ന് മുതൽ നമുക്ക് സോപ്പ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നനച്ച് തുടയ്ക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മുടെ കുഞ്ഞിൻ്റെ പൊക്കിൾ കൂടിയൊക്കെ പോയി അത് ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ എണ്ണയും സോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ എണ്ണ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാവും, ഏതൊക്കെ എണ്ണ യൂസ് ചെയ്യാൻ പറ്റും? നമ്മൾ പുറത്താണ്, അപ്പോൾ അവിടെ നാട്ടിൽ കിട്ടുന്ന എണ്ണയൊന്നും ഇവിടെ കിട്ടില്ല, അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്കാണെങ്കിലും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുമോ, ഏതാ തേക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ നോർമൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അതുപോലെ ബേബി ഓയിൽസ് ഏതെങ്കിലും വേണമെങ്കിൽ യൂസ് ചെയ്യാം, പിന്നെ ഒലിവ് ഓയിൽ, ഇല്ലെങ്കിൽ നോർമൽ തേങ്ങാപ്പാൽ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള തേങ്ങാപ്പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നാൽപ്പാമരാതി എണ്ണ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഏത് എണ്ണ യൂസ് ചെയ്താലും കുഞ്ഞിന് കുറച്ച് നേരം എണ്ണ തേച്ച് കിടത്തി മസാജൊക്കെ ചെയ്തതിന് ശേഷം മാത്രം കുളിപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സോപ്പ് ഏതാ യൂസ് ചെയ്തിരുന്നത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ നിന്ന് ലിങ്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇനി കുഞ്ഞിനെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കുഞ്ഞിനെ തോർത്തണം. ആ തോർത്തണത് നമ്മൾ നല്ല സോഫ്റ്റ് ടവൽ കൊണ്ട് തോർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടർക്കി ആണെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മുടെ കുഞ്ഞിനെ ആ ടർക്കിയിൽ പൊതിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടർക്കി മൊത്തത്തിൽ വെള്ളം വലിച്ചെടുക്കും. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ മസ്ലിൻ ക്ലോത്താണ് യൂസ് ചെയ്തിരുന്നത്, അത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് വലുതായതിന് ശേഷം ഞാനിപ്പോൾ ടർക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഇനി കുഞ്ഞിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർ പറയും പൗഡറൊക്കെ ഇട്ട് കണ്ണ് എഴുതിയാൽ പുരുക എഴുതിയാലൊക്കെയാണ് പുരുക ഉണ്ടാവുള്ളൂ, കണ്ണിന് കറുപ്പ് വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗഡർ ഇടിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം നമ്മൾക്ക് തന്നെ നമ്മൾ പൗഡർ ഇടുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് അത് നല്ല രീതിയിൽ അബ്സോർബ് ആവും, പിന്നെ അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനെ വെറുതെ ഈ പൗഡറൊക്കെ മൂക്കിൽ വലിച്ചു കയറ്റേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ കൺമഷിയുടെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൺമഷി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. എനിക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ നല്ലൊരു നാച്ചുറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോം മെയ്ഡായിട്ട് അവരുണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺമഷി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അത് ഞാൻ മോൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അത് നല്ല യൂസ്ഫുള്ളാണ്, അതായത് വലിയ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്